വീട് ജപ്തി ചെയ്ത് പൂട്ടി ധനകാര്യ സ്ഥാപനം. ക്യാൻസർ രോഗിയായ കുട്ടിയും കുടുംബവും പെരുവഴിയിൽ. ഒരു 10,000 കോടിക്കണക്കിന് കടമുണ്ട് വിജയ് മല്യയ്ക്ക്. അങ്ങേരെ ഒരു വീടോ ജപ്തി ചെയ്ത് കണ്ടിട്ടില്ല. അങ്ങേര് ഇപ്പോഴും സുഖലോലുപനായിട്ട് നടക്കുന്നു. ഇതുപോലുള്ള പട്ടിണിപ്പാവങ്ങളൊക്കെ വീടൊക്കെ വെച്ച് ലോൺ എടുത്തു കഴിഞ്ഞ് താമസിക്കാൻ വയ്യ, അവരെ പൂട്ടി പെരുവഴിയിലാക്കുക. മൂക്കിൻതുമ്പിക്കിടെ കിടന്ന വിജയ് മല്യയെ പോലുള്ള ഒരു രസമാണ്. അതിന് ലോൺ എടുത്തവരൊക്കെ ഉണ്ട്. അവരൊന്നും വീട് ഇറക്കി വിടാനായിട്ട് കണ്ടിട്ടില്ല. പട്ടിണിപ്പാവങ്ങൾ, ആ ക്യാൻസർ രോഗിയായ മകന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഇവർ കട എടുത്തിട്ടുണ്ടാവുക. അവരത് വീട്ടിൽ അതിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യം വേണ്ടി അവർ പറ്റുന്ന പോലെ, ഇനി പറ്റുന്ന പോലെ അടച്ചോളാം, പലിശയെങ്കിലും അടച്ചടിച്ചോളൂ. ഈ പുറത്താക്കണ രീതി അത്ര ശരിയല്ല. അത് പാവങ്ങളായാലും അവർ പൈസ വീട്ടും. അത് വീട്ടിൽ കുറച്ച് താമസം 2-3 വർഷം 5 വർഷം വരും. അവരവരുടെ അവസ്ഥ അനുസരിച്ചെങ്കിലും. കാരണം ഒരു കൂലിപ്പണിക്കാരൻ്റെ ലോൺ എടുത്തതെന്ന് വെച്ചാൽ അയാൾക്ക് വീട്ടാനുള്ള സമയവും സാവകാശവും ഒരു മാസം ഇന്ന തുക എന്നുള്ള രീതിക്കും കണക്ക് വെച്ചാൽ മതി. അവരടച്ച് തീർത്തോളും. അല്ലാതെ ഒരു പരിധി കൂടുതൽ ഇങ്ങനെ അടയ്ക്കാതെ വന്നു കഴിയുമ്പോൾ ഈ വീട് പൂട്ടി ഇറക്കി വിടുന്ന രീതി ശരിയായില്ല. വിജയ് മല്യയൊക്കെ ആണെങ്കിലും പുള്ളിക്ക് ഇത്രയും കോടികളൊക്കെ ഉണ്ട്. പുള്ളിക്ക് ഒരു 10,000 കോടി. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവൻ്റെ ഒരു മനുഷ്യരാശി നിലനിൽക്കത്തോളം തലമുറ അത് തുടർന്ന് വന്നാലും അടയ്ക്കാൻ പറ്റാത്ത തുകയൊക്കെയാണ് ഈ പുള്ളി കടമെടുത്തിട്ട് പുള്ളി വിലസി കിടക്കുന്നത്. അതുപോലത്തെയാണ് ഈ സാധാരണ ജനങ്ങൾ. അവർക്കൊരു സാവകാശം നീട്ടിക്കൊടുക്കുക. അവരവിടെ തന്നെ കാണുമല്ലോ. മാസം അവരുടെ കിട്ടുന്ന ശമ്പളത്തിനനുസരിച്ചൊരു തുക, നിശ്ചിത തുക, അത് വെച്ച് അടച്ചാൽ മതി. കുറച്ച് വൈകിയായാലും അവരടച്ചോളും. ഓർത്ത് ഇങ്ങനെ പുറത്താക്കരുത്.